വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ അത് ഉപേക്ഷിച്ച് പുതിയ വണ്ടി വാങ്ങും. കരക്കാരുടെ പണമെടുത്ത് സുഖിച്ചു വാഴുന്ന കേരളത്തിന്റെ ശാപമായ സർക്കാർ ഓഫീസുകളിലെ നേർക്കാഴ്ച. ഇത് കൊല്ലം കോർപ്പറേഷന്റെ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടികൾ. ഇത് നന്നാക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഓടുന്ന വണ്ടി എങ്ങനെയും കട്ടപ്പുറത്താക്കിയിട്ട് വേണം പുതിയ മോഡൽ SUV കാറുകൾ വാങ്ങി സർക്കാർ വെള്ളാനകൾക്ക് ചെത്തി നടക്കാൻ. ഇത് കൊല്ലം കോർപ്പറേഷനിലെ തന്നെ കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം കർമ്മ ന്യൂസ് പുറത്തുവിട്ടത്. 60 ലക്ഷം രൂപയ്ക്ക് 2 ആംബുലൻസുകൾ വാങ്ങി, തുടർന്ന് ഉപയോഗിക്കാതെ ഉപേക്ഷിച്ചു. മോഡൽ മാറിയെന്നും വന്ന ആംബുലൻസ് സൗകര്യക്കുറവെന്നൊക്കെ പറഞ്ഞ് 60 ലക്ഷത്തിന്റെ ആംബുലൻസ് ഉപയോഗിച്ചില്ല. ഇപ്പോഴാകട്ടെ ഈ 60 ലക്ഷവും പോയി, 2 പുതിയ ആംബുലൻസും പോയി. ആക്രി വിലയ്ക്ക് തൂക്കിവിറ്റാൽ 5 ലക്ഷം വരെ കിട്ടുമെന്നിരിക്കെ അതും ചെയ്യുന്നില്ല. കൊല്ലം കോർപ്പറേഷനിലെ മേയർക്ക് ഇപ്പോൾ ജനമിത്ര പുരസ്കാരം, ഡോക്ടർ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള ഒരു ജനമിത്ര പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുരസ്കാരങ്ങളും അവാർഡുകളും മിക്കപ്പോഴും എല്ലാ വർഷങ്ങളും നമ്മുടെ കോർപ്പറേഷൻ മേയർക്ക് കിട്ടുന്നു. പക്ഷേ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലെല്ലാം കെടുകാര്യസ്ഥതയും, ഇവിടുത്തെ വാഹനങ്ങളെല്ലാം ഉപയോഗശൂന്യമായിട്ടും ഈ കോർപ്പറേഷന്റെ പല ആളില്ലാത്ത വിവിധ മേഖലകളിൽ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. അതാണെങ്കിൽ ഇവിടെ തന്നെ 3-4 എത്രയോ വാഹനങ്ങൾ ഉപയോഗശൂന്യമാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കെടുകാര്യസ്ഥത നടക്കുകയും പുരസ്കാരങ്ങൾ ഇത് എങ്ങനെയാണോ, ഏത് തരത്തിലാണോ ഈ പുരസ്കാരങ്ങൾ മേടിക്കുന്നത് എന്നുള്ളത് ഇനി ഒരു അന്വേഷണത്തിൽ കൂടെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഒരു പുരസ്കാരം മേടിച്ചു, ജനമിത്ര പുരസ്കാരം. അപ്പോൾ ഇത്തരം പുരസ്കാരങ്ങൾ വാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ ജനങ്ങളുടെ നികുതി പണങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ജനങ്ങളുടെ നികുതികൾ അതിൻ്റെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെയും ജനങ്ങൾക്ക് ഉപകാരപരമായ ഒരു പദ്ധതികളും നടപ്പിലാക്കാതെയും ഇങ്ങനെ പുരസ്കാരങ്ങൾ എല്ലാ വർഷവും വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം മേയർ. നമ്മുടെ കൊല്ലത്തെ ഇതേ കണക്ക് നിരവധി അഴിമതികളുടെയും കെടുകാര്യസ്ഥതകളുടെയും ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ വാഹനങ്ങൾ ഒരു ആക്രി വിലയ്ക്ക് പോലും കൊടുത്ത ആ കാശുകൾ മേടിച്ച് മുതൽ കൂട്ടാതെ ഈ നശിപ്പിച്ച് കളയുന്നത് ഒരു പ്രവണത നമുക്കിവിടെ കാണാൻ കഴിയും. പൊതുജനങ്ങളുടെ നികുതിപ്പണം അത് ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, ദൂർത്തടിച്ചുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ നടത്തിയിരിക്കുന്ന പ്രവണതകളുടെ ദൃശ്യമാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. സാധാരണക്കാരന് അവൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആംബുലൻസിൻ്റെ ദുരാവസ്ഥ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന റോഡ് റോളർ ഇന്ന് ഇവിടെ കട്ടപ്പുറത്തിരിക്കുകയാണ്. ഇതുവരെയായിട്ട് കൊല്ലം ജനതയ്ക്ക് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ലോകോത്തര നിർമ്മാണത്തിലുള്ള ഒരു റോഡ് പണിഞ്ഞു കൊടുക്കുവാൻ പോലും കൊല്ലം കോർപ്പറേഷന് കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം നടത്താൻ പറ്റാത്തതിൻ്റെ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇവിടെയുള്ള 2 ബൊലേറോ കണക്കത്തുള്ള വാനുകൾ. സാധാരണപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മേയറുടെ പാർട്ടിയും സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾക്കാണോ എന്ന് പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. കോർപ്പറേഷന്റെ സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി, അതായത് നിർധനരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്ന സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് ഇന്ന് 3 എണ്ണവും പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പൂട്ടിയിട്ടിരിക്കുന്ന ആംബുലൻസിനകത്ത് പൂച്ച പെറ്റ് കിടക്കുന്നോ എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കോവിഡ് സമയത്ത് 108 ആംബുലൻസിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച നാടാണ് കേരളം. അത്തരത്തിൽ ആംബുലൻസുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ, കൊട്ടാരക്കര പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന ആംബുലൻസിൽ കഞ്ചാവ് വേട്ട നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സ്വകാര്യ മാഫിയകളെ സഹായിക്കുവാൻ വേണ്ടിയാണോ ഈ പറയുന്ന കോർപ്പറേഷൻ ഈ പറയുന്ന ആംബുലൻസുകൾ ഉപയോഗിക്കാതിരിക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. അഴിമതിയുടെ കൂത്തരങ്ങാണ് ഇപ്പോൾ ഇരിക്കുന്ന മേയർ. പല പ്രാവശ്യവും പല തവണയും നിരവധി അഴിമതി നടത്തിയിട്ടുണ്ട്. അതിൽ ഉത്തമ ഉദാഹരണമാണ് ഒരു 7 വർഷം മുമ്പ് 2 അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള 2 ആംബുലൻസ്. ഈ ആംബുലൻസ് മേടിച്ച് ഉദ്ഘാടനം നടത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം നടത്തേണ്ട ആംബുലൻസ് ഇപ്പോൾ ഉള്ളത് കൂനമ്പായിക്കുളം ക്ഷേത്രത്തിൻ്റെ അടുത്ത് പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ കയറിയിട്ട് വളരെ നീചമാകുന്ന രീതിയിൽ, നിന്ദ്യമാകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അതിനകത്ത് അവിടുത്തെ സാമൂഹ്യ വിരുദ്ധർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അഴിമതി നടന്നിട്ടുണ്ട്. പല ഭാഗത്തും പല ഡിപ്പാർട്ട്മെന്റ് ബേസിലും അഴിമതി നടന്നിട്ടുണ്ട്. നമ്മുടെ BJP എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നാളിതുവരെ ഇതിനൊരു നടപടി എടുക്കാനോ ഇതിന് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ അവരെ കേസിൽ പ്രതിയാക്കുകയും ഇത്തരത്തിലുള്ള സ്വഭാവമാണ് കൊല്ലം കോർപ്പറേഷനിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന കൊല്ലം മേയർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.